കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി അടച്ചുപൂട്ടിയിട്ട് 1 മാസം. മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന ഫ്രീസറുകൾ കേടായതാണ് മോർച്ചറി അടച്ചുപൂട്ടാൻ കാരണം. മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ കായംകുളത്തുള്ള സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാർ. 4 ഫ്രീസറുകളാണ് ആശുപത്രിയിലുണ്ടായിരുന്നത്. 4ഉം പ്രവർത്തനരഹിതമായതോടെയാണ് മോർച്ചറി തന്നെ അടച്ചുപൂട്ടിയത്. വർഷങ്ങൾ പഴക്കമുള്ള ഫ്രീസറുകൾ തകരാറിലാകുന്നത് സ്ഥിരം സംഭവമായിരുന്നു. ഇവ അറ്റകുറ്റപ്പണി നടത്തിയാണ് 1 മാസം മുൻപ് വരെ പ്രവർത്തിച്ചിരുന്നത്. അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്ത വിധം നശിച്ചതോടെയാണ് പ്രതിസന്ധി. ഇന്ന് ഏതാണ്ട് 1.5 മാസക്കാലമായിട്ട് പോലും അധികാരികൾക്ക്, പ്രത്യേകിച്ച് നഗരസഭ ഭരണാധികാരികൾക്ക് പോലും ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കായംകുളത്തിന് ഈ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിന് ചുറ്റുവട്ടത്തുള്ള മിക്ക സ്വകാര്യ ഹോസ്പിറ്റലുകളിലും ഇതുപോലുള്ള മോർച്ചറികളുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുക, സാമ്പത്തികമായി അവരെ സഹായിക്കുക, അവരിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൈപ്പറ്റുക എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ മരിക്കുന്നവരുടെയും പുറത്തുനിന്ന് വരുന്ന കേസുകളിലെയും മൃതദേഹങ്ങൾ കായംകുളത്ത് സൂക്ഷിക്കാനാവാതായതോടെ വൻതുക നൽകി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ് സാധാരണക്കാർ. കിലോമീറ്ററുകൾ ദൂരെയുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയാണ് മറ്റൊരാശ്രയം. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.